ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സൗമ്യ. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചട്ടിയിലകപ്പെട്ട ചിക്കൻ്റെ അവസ്ഥയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങളല്ലേ. രാവിലെ മുതൽ ചട്ടിയിലിട്ട് ഇളക്കി രാത്രിയാകുമ്പോൾ വറുത്ത് കോരിയെടുക്കുന്ന വേനൽ. പൊള്ളുന്ന ചൂടിനെ നേരിടാൻ തയ്യാറെടുത്തേ പറ്റൂ. ഇതുവരെ പിന്തുടർന്ന ജീവിത രീതിയിൽ നിന്നും മാറ്റം അനിവാര്യമാണ്. കൃത്യസമയത്ത് ഉറങ്ങുക, ഉണരുക, പ്രഭാത ഭക്ഷണം ഒഴിവാക്കുകയേ ചെയ്യരുത്. രാജാവിനെ പോലെ തന്നെയാകണം പ്രഭാത ഭക്ഷണം. അമിത ആഹാരവും അരുത്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. കുളിയുടെ കാര്യത്തിൽ മടി വേണ്ട, എന്നാൽ കുടിയുടെ കാര്യത്തിൽ അല്പം മടിയൊക്കെയാകാം. മദ്യത്തോട് നോ പറയുക, പറ്റുമെങ്കിൽ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ കാപ്പി, ചായ എന്നിവ ഇടയ്ക്കിടെ കുടിക്കുന്ന ശീലം മറന്നേക്കുക. ശീതള പാനീയങ്ങളും ഒഴിവാക്കണം. ഹോട്ടൽ ഭക്ഷണവും ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാണ്. അമിതമായ വ്യായാമവും വേണ്ട. മാംസഭക്ഷണം ഒഴിവാക്കുന്നതാണ് നല്ലത്. പകരം നമുക്ക് പഴങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉപയോഗിക്കാം. മാംസാഹാരം ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും. ആന്തരിക താപനില വർദ്ധിക്കുകയും ചെയ്യും. പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് ഒരു ആശ്വാസമാകും. അതുപോലെ ജങ്ക് ഫുഡ് ഒഴിവാക്കുക തന്നെ വേണം. പ്രായമായവർക്ക് കഞ്ഞി, ഓട്സ് എന്നിവ നൽകുന്നതായിരിക്കും നല്ലത്. അതുപോലെ പ്രഭാതത്തെ വരവേൽക്കുന്നത് 2 ഗ്ലാസ് വെള്ളത്തോടെയാകണം. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാം. 8 മുതൽ 10 ഗ്ലാസ് വെള്ളം വരെ കുടിക്കണം. ഉപ്പിട്ട നാരങ്ങ വെള്ളം, സംഭാരം, ഉപ്പിട്ട കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം എന്നിവ നല്ലതാണ്. വിയർക്കുമ്പോഴുള്ള ലവണനഷ്ടം പരിഹരിക്കാനാണ് ഉപ്പിട്ട പാനീയം കഴിക്കുന്നത്. രാമച്ചം, അതുപോലെ പതിമുഖം, നറുതണ്ടി എന്നിവ ഇട്ടും തിളപ്പിച്ച വെള്ളമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറയുമ്പോൾ പേശികളുടെ കോച്ചി വലിക്കൽ അനുഭവപ്പെടുന്നത് സാധാരണയാണ്. ശക്തമായ തലവേദന, മൂത്രാശയ രോഗങ്ങൾ എന്നിവയൊക്കെ ഈ കാലാവസ്ഥയിൽ ഉണ്ടായേക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിടുന്ന സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സൂര്യാഘാതം ഏൽക്കുമ്പോൾ ആന്തരിക താപനില കൂടും. അത് നമ്മുടെ തലച്ചോറ്, ഹൃദയം, കരൾ എന്നിവയ്ക്ക് പ്രവർത്തന സ്തംഭനം ഉണ്ടാക്കാൻ ഇടവരുത്തും. വിയർക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യും. സൂര്യാഘാതം മരണകാരണമാകുന്നത് ഇങ്ങനെയാണ്. വീട്ടിനകത്തിരുന്നാലും സുരക്ഷിതരല്ല. കാരണം കോൺക്രീറ്റ് വീടുകൾ നമ്മെ ചുട്ടുപൊള്ളിക്കും. അതുകൊണ്ട് നിങ്ങൾ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കോട്ടൺ അല്ലെങ്കിൽ ലിനൻ വസ്ത്രങ്ങളാണ് ഈ ഒരു കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ടുള്ളത്. ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. പിന്നെ ഇളം നിറത്തിൽ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജീൻസ് പോലുള്ളവ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കുട്ടികളുടെ കാര്യം. പ്ലാസ്റ്റിക് വിരികളിൽ കുഞ്ഞുങ്ങളെ കിടത്തരുത്. കോട്ടൺ വിരി ഉപയോഗിക്കാം. കുട്ടികളുടെ ശരീര ശുചിത്വം ഉറപ്പുവരുത്തണം. കുട്ടികളെ നമുക്കൊരു 2-3 തവണയെങ്കിലും മേല് കഴുകിക്കണം. ഇനി നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത് അപസ്മാരം, മനോദൗർബല്യം, പനി എന്നിവയ്ക്കുള്ള മരുന്ന് കഴിക്കുന്നവർക്ക് സൂര്യാഘാതം ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. പ്രായമായവർ അല്ലെങ്കിൽ കിടപ്പിലായവർ എന്നിവരുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. നമ്മൾ രാത്രിയിൽ ഫാൻ ഉപയോഗിക്കുന്നവർക്ക് രാവിലെ ആകുമ്പോൾ ശരീരവേദന അനുഭവപ്പെടാറുണ്ട്. വിയർപ്പ് പെട്ടെന്ന് താഴുന്നതും ശരീരം തണുക്കുന്നതുമാണ് ഇതിനുള്ള കാരണം. ഫാനിൻ്റെ സ്പീഡ് കുറച്ചിടുക. അല്ലെങ്കിൽ നിങ്ങൾ AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക. ഉച്ച സമയത്ത് നിങ്ങൾ വാഹനയാത്ര പരമാവധി ഒഴിവാക്കുക. അതുപോലെ പേശികളിലെ നീര്, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, ചിക്കൻ ബോക്സ് എന്നിവ വേനൽക്കാലത്ത് സാധാരണമാണ്. തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുക. പുറത്തുനിന്നും പാനീയങ്ങൾ കുടിക്കുന്നത് ഒഴിവാക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക എന്നിവയാണ് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്ന പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുന്നത്. വേനൽ വല്ലാണ്ട് കടുത്തിരിക്കുകയാണ്. ചൂട് അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകും. കൂടെ വരുന്ന ബെല്ലൈക്കണം മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.